ഇന്ത്യക്ക് യുണൈറ്റഡ് നേഷനിൽ അടി കിട്ടിയോ ഇല്ല, ഇതാണ് ചോദ്യം. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ മനസ്സിലാക്കും ഇന്ത്യക്ക് സാരമായ പ്രഹരം കിട്ടി യുണൈറ്റഡ് നേഷനിൽ നിന്നും. എന്താണ് ഈ സംഭവിച്ചത്? പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ഭീകര രാഷ്ട്രത്തെ യുണൈറ്റഡ് നേഷൻ അതിൻ്റെ കൗണ്ടർ ടെററിസം അതിൻ്റെ ചെയർ, അതായത് വൈസ് ചെയർമാൻ പദവിയിലോട്ട് കൊണ്ടുവന്നു. നിങ്ങൾ ചോദിക്കാം, ശശി തരൂർ പറയുന്നത് ഇതൊരു ഡെക്കറേറ്റീവ്, അതായത് ഒരു കോസ്മെറ്റിക് പോസ്റ്റ് മാത്രമേ ഉള്ളൂ, അതിന് കാര്യമായ പ്രസക്തിയില്ല. അതവിടെ നിൽക്കട്ടെ. പിന്നെന്തിനാണ് ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയുടെ ഡിപ്ലോമസിയും ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളിൽ ഇത്രമാത്രം ശക്തമായിട്ട് പാകിസ്ഥാനെ ഈ പോസ്റ്റിലോട്ട് കൊണ്ടുവരുന്നതിനെ എതിർത്തത്? ഒന്ന്. രണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, അതായത് ഞാൻ ഈ പല ആവർത്തി റഷ്യക്കെതിരെ പറയുമ്പോഴും ചൈനയ്ക്കെതിരെ പറയുമ്പോഴും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പല ആൾക്കാരും വന്നിട്ട് റഷ്യക്ക് അനുകൂലമായിട്ട് പറയുന്നവരോട് ഇത് ചോദ്യമാണ്. ഇതേപോലെ പാകിസ്ഥാനെ നോമിനേഷനേക്കാൾ ഉപരിയായിട്ട് കൺസെൻഷ്യൽ, അതായത് സംഭാഷണത്തിൽ കൂടെയാണ്, സപ്പോർട്ട് ബേസ്ഡ് ആണ് ഈ പോസ്റ്റിലോട്ട് എടുക്കുന്നത്. മനസ്സിലാക്കുക, ഇതേപോലെ കൗണ്ടർ ടെററിസത്തിൻ്റെ ചെയർമാൻ പോസ്റ്റ്, അതായത് അതിൻ്റെ ചെയർ 2021, 2022 ഇന്ത്യയായിരുന്നു അതിൻ്റെ ചെയർ പോസ്റ്റിൽ ഇരുന്നിരുന്നത്, അത് ചെയർമാൻ പോസ്റ്റിൽ. അതേപോലെ വൈസ് ചെയർമാൻ പോസ്റ്റിൽ പാകിസ്ഥാൻ വരുന്നതിന് മുമ്പ് 2 രാജ്യങ്ങളായിരുന്നു. നേരത്തെ ഇരുന്ന റഷ്യ ആയിരുന്നു, അത് കഴിഞ്ഞ് ഫ്രാൻസ് ആയിരുന്നു. ഇനി അടുത്ത ചോദ്യം, ഗ്ലോബലായിട്ട് എവിടെങ്കിലും ടെററിസം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനേഷൻ ആരാണെന്ന് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും ഇന്റർപോൾ ആണെങ്കിലും ഗ്ലോബലായിട്ട് നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ എല്ലാം പറയുന്നൊരു സംഭവമുണ്ട്, പാകിസ്ഥാനിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഗ്ലോബലി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയുണ്ട്, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ ഓൾ പാർട്ടി ഡെലിഗേഷൻ ഏകദേശം 20ഓളം രാജ്യങ്ങളിലാണ് നമ്മൾ പോയത്. പോയതിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് ഫാൽഗാം ഇഷ്യൂവിനെ തുടർന്ന് ഇന്ത്യയിൽ നടക്കുന്ന ടെററിസം, അതായത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്നു, അതിന് ഉത്തരവാദി പാകിസ്ഥാനാണ്, അവരെ ഗ്ലോബലായിട്ട് ഐസൊലേറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തണം. ഇതായിരുന്നു നമ്മുടെ സ്ലോഗൻ, ഇതായിരുന്നു നമ്മൾ പോയി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചത്. അതിനുശേഷമാണ് ഈ യുണൈറ്റഡ് നേഷൻ്റെ ഈ കൗണ്ടർ ടെററിസം അതിൻ്റെ വൈസ് ചെയർമാൻ പോസ്റ്റിലോട്ട് പാകിസ്ഥാൻ വരുന്നത്. അപ്പോൾ ബേസിക്കലി അത് ഡെക്കറേറ്റീവ് പോസ്റ്റ് ആണെങ്കിലും ഇതിൻ്റെ കാര്യമൊന്നുമില്ലെങ്കിലും അവർക്കൊറ്റയ്ക്ക് അത് തീരുമാനിക്കാൻ പറ്റില്ല എങ്കിലും അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു 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 ഉയർച്ച തന്നെയാണ്. കാരണം ഒരു ടെററിസം രാജ്യത്തിന്, അതായത് ഗ്ലോബലായിട്ട് ഇന്ത്യ ഡ്രോസിയർ കൊടുത്ത പല ടെററിസ്റ്റുകളെ ഒളിപ്പിച്ചിരിക്കുന്ന രാജ്യം, അതായത് ആൾക്കാരുടെ പേരെടുത്താൽ നിങ്ങൾക്കറിയാം, മസൂദ് അസർ, അങ്ങനെ പല ആൾക്കാരുണ്ട്, എണ്ണമറ്റ ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ അവിടെ താമസിപ്പിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവരെല്ലാം ജയിലിലാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ആക്ഷൻ എടുത്തു. അപ്പം ആ ഒരു സ്ഥിതിയും ഓപ്പറേഷൻ സിന്ദൂറിന്, അതായത് പോസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂർ, പ്രീ ഓപ്പറേഷൻ സിന്ദൂർ, 2 രീതിയിലെടുക്കാൻ. ആരാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത്? ചൈന ഫീൽഡിൽ ഇറങ്ങി കളിച്ചു ഇന്ത്യക്കെതിരെ. ചൈനയാണ് റഷ്യയോട് പറഞ്ഞ് പാകിസ്ഥാൻ അനുകൂലമായിട്ട് യുണൈറ്റഡ് നേഷനിലെ കൗണ്ടർ ടെററിസം അതിൻ്റെ വൈസ് ചെയർമാൻഷിപ്പ് കൊടുക്കണമെന്ന് റഷ്യ പോലും അതിന് അനുകൂലമായിട്ട് നിന്നു. ഫ്രാൻസ് അനുകൂലമായിട്ട്. ഇതൊരിക്കലും പാകിസ്ഥാൻ ഡിപ്ലോമസിയുടെ വിജയമല്ല, ഇത് ചൈനീസ് ഡിപ്ലോമസി ഇന്ത്യക്കെതിരെ കയറി കളിച്ചു. അപ്പം നമ്മൾ ആലോചിക്കാം, എന്തുകൊണ്ടാണ് ചൈന 2ഉം കൽപ്പിച്ച് ഇന്ത്യക്കെതിരെ നിൽക്കുന്നത്? ചോദ്യമാണ്. ബലൂച്ച് തന്നെയാണ് ഇഷ്യൂ. 66 ബില്യനാണ് ബലൂച്ചിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചൈന ഇൻവെസ്റ്റ് ചെയ്തത്.
അവരുടെ സിൽക്ക് റോഡ്, ബെൽറ്റ് റോഡ്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതേപോലെ ബലൂജ് ലിബറേഷൻ ആർമി, അവിടെ ഫൈറ്റ് ഉണ്ടായിട്ട് ഈ സംഭവം മുഴുവനും വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു ചൈനയ്ക്ക്. അതിൻ്റെയും കൂടെ വാശിയാണ് ചൈന പാകിസ്ഥാനെ പിന്തുണച്ച ഓപ്പറേഷൻ സിന്ദൂറിൽ ചെയ്തത്. ഇത് ഡിപ്ലോമാറ്റിക്കലി അറിയാവുന്ന വസ്തുതയാണ്. എന്തുകൊണ്ടാണ് ചൈന ഇത്രമാത്രം പാകിസ്ഥാനെ സഹായിച്ചത്? നമുക്കറിയാവുന്ന വസ്തുതയാണ്. ചൈനയുടെ പഴയ ഒരു അലൈ തന്നെയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ. അപ്പം അതിനിടയ്ക്ക് ചില ചോദ്യങ്ങൾ വന്നു. അതായത് പാകിസ്ഥാൻ അമേരിക്കയിൽ പോയി പേട്രിയോട്ട് മിസൈൽ വാങ്ങാൻ പോയി F-16 സ്പെയർ പാർട്സിൻ്റെ കാര്യം. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ട്രംപ് എത്ര നാൾ അമേരിക്ക ഭരിക്കുന്നു, ഈ സാധനങ്ങളൊന്നും അവർ പാകിസ്ഥാന് കൊടുക്കത്തില്ല. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പാകിസ്ഥാനിൽ, അതായത് F-16 സ്പെയർ പാർട്സ് കൊടുക്കാൻ തയ്യാറായതുപോലും ട്രംപ് എടുത്ത് വന്ന് മാറ്റി. അപ്പം കൃത്യമായൊരു സംഭവമുണ്ട് ഇതിനകത്ത്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് നോക്കുന്നവർക്കും ഡീപ്പായിട്ട് നോക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് റഷ്യ നമുക്കെതിരായിട്ട് നിന്നത്? സിമ്പിൾ ആൻസറാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അജിത് ഡോവലും 12ഓളം പേര് റഷ്യയിൽ പോകാനിരുന്നതാണ് ആംസു ആമിനേഷൻ വാങ്ങാൻ വേണ്ടി. അത് അമേരിക്കയുടെ പ്രഷർ കൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. അതിൻ്റെ വാശിയാണ് റഷ്യയും കാണിച്ചേക്കുന്നത്. മനസ്സിലാക്കുക, അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ബിസിനസ്സാണ്. ഇതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇപ്പോഴൊരു സംഭവം നമ്മൾ ആലോചിക്കുമ്പോൾ, ഇന്ത്യ പല രാജ്യങ്ങളിൽ നമ്മളെ പല ഡിപ്ലോമസി, ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്ത് പല രാജ്യങ്ങളും പോയി, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പാകിസ്ഥാനെതിരെ ഇത്രമാത്രം ഇൻ്റർനാഷണലി ഐസൊലേറ്റ് ചെയ്ത് ഒരു ടെറർ രാജ്യമാക്കാൻ ശ്രമിച്ചു. സത്യമാണ്, ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് കിട്ടി. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരു സെക്യൂരിറ്റി കൗൺസിൽ മെമ്പേഴ്സിൽ കാരണം ഇവർ പൂർണ്ണമായിട്ട് അതിൻ്റെ അകത്ത് വളരെയധികം പേര് എതിർത്തിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ ഈ പോസ്റ്റ് കിട്ടത്തില്ല, ഉറപ്പായിട്ടും കിട്ടത്തില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അത് പാകിസ്ഥാൻ്റെ കയ്യിൽ പോയത്? ഇത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഉത്തരം തരേണ്ട ക്വസ്റ്റ്യനാണ്. കാരണം ഇപ്പോഴത്തെ ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജിക് പരാജയമാണോ, സെറ്റ് ബാക്ക് ആണോ, എന്താണ് ഇത് ഉണ്ടായത്? കാരണം പാകിസ്ഥാൻ അത് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ പ്രതിരോധ മന്ത്രി പറഞ്ഞൊരു പോയിന്റാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത്. ഇപ്പോൾ പാല് സൂക്ഷിക്കുവാൻ വേണ്ടി പൂച്ചയെ ഏൽപ്പിക്കുന്നു, ടെററിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ കൊണ്ടുവരുന്നു. എന്ത് മെസ്സേജ്, എന്ത് സന്ദേശമാണ് യുണൈറ്റഡ് നേഷൻ ഗ്ലോബലായിട്ട് കൊടുക്കുന്നത്? ഇതിനകത്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇസ്രായേലിൻ്റെ ഒരു സ്റ്റാൻഡുണ്ട്. യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബയസ്ഡാണ്. അത് ബയസ്ഡ് തന്നെയാണ്, യാതൊരു സംശയവും കാര്യമാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ചില സംഭവങ്ങളുണ്ട്. UK പോലും പാകിസ്ഥാനെ എതിർത്തില്ല. അതായത് ഇപ്പോഴത്തെ ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും ചൈനയുടെ സ്വാധീനം ഉണ്ടായെന്നാണ് പറഞ്ഞത്. അതായത് മനസ്സിലാക്കേണ്ട, ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കേണ്ടത്, ഇന്ത്യക്കെതിരെ പൂർണ്ണമായിട്ടും ഗെയിം കളിക്കാൻ പോവുകയാണ് ചൈന. ഈ പാകിസ്ഥാനെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും, അതായത് ഇന്ത്യ ഇത്രമാത്രം പുരോഗമിച്ച് ഇത്രമാത്രം സിവിലൈസ്ഡും കൾച്ചറുമായുള്ള രാജ്യത്ത് ഇൻഡോ പാകിസ്ഥാൻ എന്ന രീതിയിലൂടെ തരം താഴ്ത്തിയിട്ടേ ഇത് ഒരു കാരണവശാലും അക്സെപ്റ്റബിൾ അല്ല. കാരണം വളരെ മോശമായ പ്രവണത തന്നെയാണിത്. ഇതിനെ ഉറപ്പായിട്ടും ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സും ചോദ്യം ചെയ്യുക തന്നെ വേണം. ഇന്ത്യയുമായിട്ട് ബന്ധവും വ്യാപാരവും കരാറും പീപ്പിൾസ് ടു പീപ്പിൾ കോണ്ടാക്ട്സും ഡിപ്ലോമസിയുള്ള പല രാജ്യങ്ങളും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടെറർ ഒറിജിനേറ്റ് ചെയ്യുന്ന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത് നമ്മൾക്കത് ഒരു കാരണവശാലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിനെ ഏത് രീതിയിലാണ് മോദി ഗവൺമെൻറ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിനെ തുടർന്നാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പോകുന്നത്. പല രാജ്യങ്ങളിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മൾ ഈ കാണുന്നതാണ്, പല രാജ്യങ്ങളിലും കെട്ടിപ്പിടിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പക്ഷെ അൾട്ടിമേറ്റായിട്ട് ചൈന എന്ന് പറഞ്ഞ രാജ്യം ഇടപെടുമ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കെതിരെ ആകുന്നു. അതൊരു പോയിന്റ് തന്നെയാണ്. ചൈനയാണ് മുൻപോട്ട് ഇറങ്ങിയിരിക്കുന്നത് പാകിസ്ഥാന് വേണ്ടി. അവിടെ ഒക്കെ ഇന്ത്യ ഒറ്റപ്പെടുകയാണ്. ഈ കാഴ്ചയാണ് യുണൈറ്റഡ് നേഷൻ്റെ പാകിസ്ഥാനെതിരെ എലിവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.